ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ ആയിഷ നീ ഒരിക്കലും 4 കാര്യങ്ങൾ ചെയ്യാതെ ഉറങ്ങരുതേ ആയിഷ. 4 കാര്യം നീ എപ്പോഴും ചെയ്യണം, എന്നിട്ടേ നീ ഉറങ്ങാവുള്ളൂ. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോകണം. അതിനു മുമ്പ് ഈ 4 കാര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറയുകയാണ്, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ നീ ഖത്മാക്കണേ. വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണേ, എന്നിട്ടേ നീ ഉറങ്ങാൻ കടക്കാവുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിയും? ഡെയിലി ഖുർആൻ ഓതണം മൊത്തം. ആരോട് പറയാ? ഭാര്യയോട് വിളിച്ചു പറയാ. ഭർത്താവ് പറയാൻ. ഭർത്താവിന്റെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി, ഭാര്യയുടെ പേര് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. എല്ലാ ദിവസവും ഖുർആൻ മുഴുവൻ ഓതിയിട്ട് നീ കിടക്കണോ? രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം നീ സമ്പാദിച്ചിട്ടേ ഉള്ളൂ, നീ ഉറക്കത്തിലേക്ക് വഴുതി വീഴാവുള്ളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രക്ഷപ്പെടാനുള്ള ഒരു കവചം സ്വന്തം ഭാര്യയ്ക്ക് സീക്രട്ടായിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്താണ്. ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഏറ്റവും രഹസ്യമായ ഒരു കാര്യമായിരിക്കും. രക്ഷപ്പെടാനുള്ള ഒരു കാര്യമാണ് പറഞ്ഞു. എന്നിട്ട് 4 കാര്യം പറഞ്ഞു കൊടുത്തു. ഈ 4 കാര്യം ചെയ്യാതെ നീ എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. ഒന്നെല്ലാ ദിവസവും ഖുർആൻ ഓതണം, മുഴുവൻ ഓതണം. രണ്ടാമത്തത്, എല്ലാ പ്രവാചകന്മാരുടെയും അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം വാങ്ങിച്ചിട്ടല്ലാതെ നീ ഉറങ്ങരുത്. ഹബീബ് റസൂലുള്ളാഹി എല്ലാവരുടെയും പൊരുത്തം കിട്ടണം, എന്നിട്ടേ നീ ഉറങ്ങാവുള്ളൂ. മൂന്നാമത്തത് നിന്നോട് പറയാനുള്ളത്, എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം മാത്രം പോരാ, എല്ലാ മുർസലീങ്ങളുടെയും പൊരുത്തം മാത്രം പോരാ, ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസിനികളുടെയും പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ നീ ഉറങ്ങരുതേ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങണം. മൂന്നാമത്തത് നടക്കോ? മുഅ്മിനീങ്ങളൊക്കെ പൊരുത്തം വാങ്ങിക്കണോ? ഒറ്റ രാത്രി കൊണ്ട് എല്ലാ ദിവസവും വേണം, അല്ലാതെ ഒരു വട്ടം ചെയ്താൽ പോരാ, ഡെയിലി ചെയ്യണം ഇത്. അങ്ങനെ തമല. നാലാമത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കണേ. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു സുബഹി നിസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലിയാൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം. ഇപ്പൊ പറയുന്നത് എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കുക. അതെങ്ങനെ പറ്റുക? എല്ലാ ദിവസവും ഹജ്ജ് ഉംറ എന്ന് പറയാൻ പറ്റൂല. കാരണം ഹജ്ജിനൊരു സീസൺ ഉണ്ട്. ശവ്വാൽ മുതൽ ദുൽഹിജ്ജ 10 വരെയാണ് അതിന്റെ സീസൺ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ അതിന്റെ ടൈം കഴിഞ്ഞു. ഉംറയാണെങ്കിൽ പിന്നെ എപ്പോഴും പറ്റും. പക്ഷെ ഇത് തന്നെ ഡെയിലി പോയി മക്കത്ത് പോയി നിർവഹിക്കാന്ന് പറഞ്ഞാൽ അതും പ്രയാസം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞിട്ട് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകട്ടുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്, എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? മനസ്സിലായില്ല. എങ്ങനെ എല്ലാ ദിവസവും ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യും? എങ്ങനെ എല്ലാ അമ്പിയാക്കളുടെ പൊരുത്തം എല്ലാ ദിവസവും വാങ്ങിയെടുക്കും? എങ്ങനെ എല്ലാ ദിവസവും മുഅ്മിനീങ്ങളുടെ പൊരുത്തം സമ്പാദിക്കും? എങ്ങനെ എല്ലാ ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കും? ഈ 4 കാര്യവും അസംഭവ്യമാണല്ലോ. ഈ 4 കാര്യവും പ്രശ്നമാണല്ലോ, പ്രയാസമാണല്ലോ. ഹബീബായ നബി തങ്ങൾ ഹബീബായ നബി തങ്ങൾ സലാം വീട്ടി കഴിഞ്ഞപ്പോ നബി തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണിത് കഴിയുക റസൂലേ? എങ്ങനെയാണ് സാധിക്കുക നബിയേ? എല്ലാ ദിവസവും ഖുർആൻ ഖത്മാക്കാൻ കഴിയുമോ? എല്ലാ ദിവസവും എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം വാങ്ങാൻ കഴിയുമോ? എല്ലാ ദിവസവും എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങാൻ സാധിക്കുമോ നബിയേ? എല്ലാ ദിവസവും എല്ലാ
ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കുമോ നബിയേ? അപ്പോൾ ഫളഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ കഴിയും, ആയിഷ കാര്യം നിസ്സാരമാണ്. ഈ കരുതിയതുപോലെ വലിയ സംഭവമല്ല എന്നിട്ട് പറഞ്ഞു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ. 3 പ്രാവശ്യം എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കയിൽ ഇരിക്കുമ്പോ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ. തഅദീലുൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഓതിയാൽ വിശുദ്ധ ഖുർആനിന്റെ 3/1. അതുകൊണ്ട് 3 പ്രാവശ്യം ഓതുന്നതോടുകൂടി പരിശുദ്ധ ഖുർആൻ ഖത്മാക്കിയവളെ പോലെ ആകുമേ. അതുകൊണ്ട് ഖുർആൻ ഓതിയാൽ മതി. നീ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി വീണ്ടും ചോദിക്കുകയാണ്, നബിയേ നബിയേ, ഓക്കേ ഞാനത് ചെയ്തുകൊള്ളാം നബിയേ, എന്നാൽ രണ്ടാമതായി എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം ഞാൻ എങ്ങനെ സമ്പാദിക്കും? എല്ലാവരും മരണപ്പെട്ടു പോയില്ലയോ? അവിടുന്ന് മാത്രമല്ലയോ അവസാനത്തെ പ്രവാചകർ? അവിടുന്ന് മാത്രമല്ലയോ ജീവിച്ചിരിപ്പുള്ളൂ? ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോയില്ലയോ? അവരുടെ പൊരുത്തം ഞാൻ എങ്ങനെ സമ്പാദിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ആയിഷ ആയിഷ, അതിനും ഞാൻ നിനക്ക് പോംവഴി പറഞ്ഞു തരാം. നീ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ നീ മുത്തുനബിയുടെ മേൽ ഗുണം ചെയ്യണേ. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, മുത്തുനബിയുടെ മുഹമ്മദ് നബിയുടെ കുടുംബാദികൾക്കും ഗുണം ചെയ്യണേ. എന്നിട്ട് നീ നിർത്തരുത്, നീ എവിടെ നിർത്താൻ പാടില്ല. വഅലാ സായിരിൽ അംബിയാ വൽ മുർസലീൻ وآل كل والصحابة أجمعين. എല്ലാ അമ്പിയാക്കൾക്കും എല്ലാ മുർസലീങ്ങൾക്കും 1,24,000 അമ്പിയാക്കൾ, അതിൽ 313 മുർസലീങ്ങൾ, എല്ലാ സ്വഹാബത്തെ കറാമിനും മുഴുവൻ ആളുകൾക്കും ഗുണം ചെയ്യണേ എന്ന് നീ സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ എല്ലാ പൊരുത്തം നിനക്ക് കിട്ടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. എന്റെ മേൽ മാത്രമല്ല, കുടുംബാദികളുടെ മേൽ, എല്ലാ അമ്പിയാക്കളുടെ മേൽ, എല്ലാ മുർസലീങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അമ്പിയ മുർസലീങ്ങളുടെ പൊരുത്തം നിനക്ക് കിട്ടും. മൂന്നാമതായി റസൂലുള്ള പറയുകയാണ്, മുഅ്മിനീങ്ങളുടെ പൊരുത്തം സമ്പാദിക്കാൻ എല്ലാ ജുമഅയിലും ഇമാം മിമ്പറിൽ കയറി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ മുഅ്മിനീങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്, മുഅ്മിനാത്തുകൾക്ക് പൊറുക്കണേ നാഥാ എന്ന് പ്രാർത്ഥനയില്ലയോ, ദുആ ഇല്ലയോ? ആ പ്രാർത്ഥന പോലെയുള്ള ദുആ നിന്റെ ജീവിതത്തിൽ നീ മരിക്കുന്നതിന് മുമ്പല്ല, എല്ലാ ദിവസവും നീ ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ലോകത്തിന്റെ നായകൻ പറയുന്നു, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് നീ ഒരു പ്രാവശ്യം ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കതിലൂടെ സർവ്വ മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാം. ഇനി മേലെ ഉസ്താദിനെ വീട്ടിൽ വരുമ്പോൾ ഫുഡ് കരുതില്ലേ, ആൾക്കാരുടെ മുന്നേ ഇടങ്ങേറാക്കി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയണം. ഏതാണ് ലാസ്റ്റ് ഒരാൾ പറയാമോ? ആരെങ്കിലും അൽഹംദുലില്ലാഹ് ശ്രദ്ധിക്കുന്നവരുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. 100 ശ്രദ്ധയിലാണ്. കാരണം അനിയന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിന്റെ ഭക്ഷണമൊക്കെ മിച്ചമുണ്ടോ എന്നൊക്കെ ഉള്ള
അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നല്ല ആഹാരമായിരുന്നു. അവന്റെ വീട്ടിലാണ് ആഹാരം. കഴിഞ്ഞ വർഷം വന്നപ്പോഴും അവന്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ടും വിട്ടുകൊടുക്കുന്നില്ല. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അപ്പൊ നാലാമത്തത് ഹജ്ജും ഉംറയും. ശംസുക്കാക്ക് ഉണർന്നു നിൽക്കുകയാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി നിനക്ക് കിട്ടണോ? നീ ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ മതി. ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ ദിക്ർ നീ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പൈസ ഇല്ലാത്ത ധനമില്ലാത്ത ആളുകൾ, ഹജ്ജിന് വേണ്ടി പോകാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് ഡെയിലി ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്, വളരെ ചെറിയ സൂറത്ത്, 2 വരിയേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. ആ സൂറത്ത് 3 പ്രാവശ്യം ഓതുക. രണ്ടാമത്തത് ഒരു സ്വലാത്ത്. എങ്ങനെയാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീന വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഒറ്റ പ്രാവശ്യം മതി, അല്ലാതെ 10 വേണ്ട. അതാണ് ചിന്തിക്കേണ്ടത്. സ്വലാത്ത് ഒറ്റ പ്രാവശ്യം. മൂന്നാമത്തെ ദുആ മുഅ്മിനീങ്ങളുടെ പൊരുത്തം കിട്ടാൻ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കഴിഞ്ഞു. നാലാമത്തതോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. കഴിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ, ഒരൊറ്റ മിനിറ്റിനുള്ളിൽ എത്ര പ്രതിഫലങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് സ്വന്തം ഭാര്യയോട് നബി പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ട് ഇന്നത് പരസ്യമായി പോയി. ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ പരസ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഇത് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ലോകത്തോട് വിളിച്ചു പറയാണ്, എല്ലാവരും അമൽ ചെയ്യട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ, ഈ ഉമ്മത്ത്, ഈ സമുദായം രക്ഷപ്പെടട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇന്നലെ ഇപ്പൊ നമ്മൾ ചെയ്യും, നാളെ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാം. അതെന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് ഇത് മറന്നുപോയവര് കുറിച്ചു വെച്ചോണം. ഒന്നും കൂടി ഞാൻ പറയാം. സൂറത്തുൽ ഇഖ്ലാസ് എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. നബിയുടെ മേലും കുടുംബാദികളുടെ മേലും അംബിയാ മുർസലീങ്ങളുടെ മേലുള്ള സ്വലാത്ത് എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തുള്ള ദുആ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന ദിക്ർ എത്ര പ്രാവശ്യം? ഒറ്റ പ്രാവശ്യം. കഴിഞ്ഞു. വലിയ പ്രതിഫലമാണ്. ഹജ്ജിന് വേണ്ടി പോയിട്ട് വരുന്നവർ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളെങ്കിലും നമ്മളിവിടെ ഡെയിലി ഇപ്പൊ തന്നെ നമ്മൾ അത് കഴിയുമ്പോൾ തന്നെ 10-15 ഹജ്ജാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പക്ഷേ ഇത് പണമുണ്ടായിട്ടും വഴിയാലും മുതലാലും സമ്പത്തൊക്കെ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞിരുന്നാ പോരാ. അയവാനെ നീ പോണം, അത് വേറെ വിഷയം. അത് രണ്ടും രണ്ട്. ഇത് കഴിവില്ലാത്ത ആളുകളാണ് ഈ പറയുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ സമയം ഒരുപാട് വൈകി.